2 ദിവസത്തെ സ്വീഡൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേയിലേക്ക് തിരിച്ചു. ഇന്ത്യ നോർഡിക് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുന്നതടക്കമുള്ള നിരവധി പരിപാടികളാണ് നോർവേയിൽ പ്രധാനമന്ത്രിക്ക് ഉള്ളത്. 43 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. ഐസൻ ജോസ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഐസൻ, പറയൂ. നിലിമ, തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ 43 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. നോർവേ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏറ്റവും ഊഷ്മളമായ സ്വീകരണം തന്നെയാണ് ലഭിച്ചത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ നെതർലൻഡ്സിലും അതുപോലെ തന്നെ സ്വീഡനിലും അദ്ദേഹത്തിന് വളരെ ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. അതുപോലെ തന്നെ ഇപ്പോൾ നോർവേയിലും അത്തരത്തിലുള്ള ഒരു സ്വീകരണം തന്നെയാണ് ഇന്ത്യൻ സമൂഹവും എല്ലാം തന്നെ പങ്കെടുക്കുന്ന ഏറ്റവും മികച്ച ഒരു സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തത്. ഇതിനുശേഷം, അതായത് ഇന്ത്യ നോർഡിക് സമ്മിറ്റിൽ അദ്ദേഹം ഭാഗമാകും. ഇന്നും നാളെയുമായാണ് സന്ദർശനം നടക്കുക. ഇന്ത്യ നോർഡിക് സമ്മിറ്റിൽ ഭാഗമായതിനു ശേഷമായിരിക്കും തുടർ നടപടികളിലേക്കെല്ലാം തന്നെ നീങ്ങുക. അവിടെയുള്ള പ്രധാനമന്ത്രിയുമായി, അതായത് നോർവേ പ്രധാനമന്ത്രി ജോൺ കാസ്റ്റോറുമായുള്ള കൂടിക്കാഴ്ചയും അതുപോലെ തന്നെ നോർവേ കിങ് ഹെറാൾഡ് വി അതുപോലെ തന്നെ രാജ്ഞിയുമായുള്ള കൂടിക്കാഴ്ച, അത്തരത്തിലുള്ള വിശാലമായ പരിപാടികളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് പ്രധാനമന്ത്രിയുടെ നോർവേ യാത്ര. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കച്ചവട സംബന്ധമായ കാര്യങ്ങൾ, അതായത് ഒരു ബിസിനസ് പ്ലാനിൻ്റെയും ട്രേഡ് പ്ലാനിൻ്റെയും ഭാഗമായുള്ളൊരു സന്ദർശനമാണ് പ്രധാനമായും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചർച്ചകൾ, അതായത് ഭാരതത്തിൽ വിദേശ നിക്ഷേപം നടത്തുന്നതിന്, നേരിട്ടുള്ള വിദേശ നിക്ഷേപം നോർവേയിൽ നിന്നും കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ ഭാരതവുമായുള്ള സഹകരണം വാണിജ്യ രംഗത്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളായിരിക്കും പ്രധാനമായും പ്രധാനമന്ത്രിയുടെ ചർച്ചയിൽ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തുടർ നടപടികളിലേക്ക്, അതായത് ഉഭയകക്ഷി ചർച്ചകളിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കും നീങ്ങുമെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്.